48 10 വാക്യം. Isaiah chapter 48 verse 10. വായിക്കാം. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂടയിലാകുന്ന ശോധന കഴിച്ചത്. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും കഷ്ടതയുടെ തീച്ചൂട്. ഊതിക്കഴിക്കുന്ന നല്ലൊരു ദൈവം. ഭക്തനായോ പറഞ്ഞു, ദൈവം എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ക്രിസ്തീയ ജീവിതത്തിൽ നാനാ പരിശോധനകൾ. സംഗീതത്തിന്റെ വചനത്താൽ നമ്മെ വീടിച്ചിരിക്കപ്പെട്ടിരിക്കുമ്പോൾ നൃത്തവും പ്രതികാരം പിഴിവാന്നുകൊണ്ട് നടപ്പെടുന്ന വീട്ടിലിരിക്കുന്ന പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഈ സമൂഹത്തിൽ പല പഠിപ്പീരുകളുണ്ടെങ്കിലും, ജനത്തെ ആവേശം കൊള്ളിക്കുന്ന ചില പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എന്നാൽ അതിന് ശേഷം ഒരാൾ യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ടു വന്ന്, അവർ സ്നാനപ്പെട്ടു വന്ന്, കർത്താവിന്റെ കൽപ്പനുസരിച്ച് വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് ചില വർഷങ്ങൾക്കുള്ളിൽ അവരെ സ്ട്രോങ് ആക്കുവാൻ വേണ്ടി, അവരെ ശക്തനാക്കുവാൻ വേണ്ടി ഒരു ശോധന വന്നാൽ, പ്രതികൂലം വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ഒരു ഇഷ്ടിക ചൂള ചെയ്യുന്നത് പോലെ ഒരു വർക്ക് ഇന്ന് നടക്കും. നമ്മളറിയാൻ ക്ലേ എടുത്ത് ചവിട്ടിക്കുഴച്ച് ഇഷ്ടിക വെച്ചോ അത് പച്ചക്കട്ടയാവും, അത് വെച്ച് വീട് പണിയാം, പക്ഷെ സ്ട്രോങ് ആകത്തില്ല. എന്നാൽ ചൂളയ്ക്ക് വെക്കുമ്പോൾ ഒരു ഇഷ്ടിക പുറത്തെടുത്ത് കഴിയുമ്പോൾ സ്ട്രോങ് ആണ്. എന്നതുപോലെ നാനാ പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ അതേ ശോധന കഴിക്കുന്ന, ഊതി കഴിക്കുന്നതിന് മാർഗങ്ങളുണ്ട്. എന്നാൽ എന്നും അതല്ല, എന്നും അതില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നാൽ, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, അപൂർവമായ അഗ്നിശോധന വന്നു കരുതി ഭയപ്പെട്ടെന്ന് വരും. അപൂർവമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി അത് സ്ഥലവും നന്മയ്ക്കായി കൂടിയാൽ വന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഊതിക്കഴിക്കുന്നവരായ ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതിന്റെ 9 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, എന്നാം നിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു, നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കും. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കും, വെള്ളിയെ പോലെ അല്ലതാനും. അപ്പോൾ ദൈവത്തിന്റെ വലിയ കോപം, ദൈവത്തിന്റെ വലിയ സന്ദർശനങ്ങളൊക്കെ ദേശത്ത് വെളിപ്പെടുമ്പോൾ അതിനെ ശമിപ്പിക്കുന്ന, അതിനെ ശാന്തമാക്കുന്ന ഒരു മർമ്മം ഞാൻ പറയാം. സ്തുതി ആരാധനയും. അബ്രഹാമിനെ ഓർത്താണ് ലോകത്തിനെ വിടുവിച്ചത്. പക്ഷപാതം ചെയ്തപ്പോ ഭക്തൻ ബാധിച്ചതുകൊണ്ട്, ഇടിവ് നിന്നതുകൊണ്ട് എന്ന് സംഭവിച്ചില്ല, ലോകത്തിനെ വിടുവിച്ചു. എന്നതുപോലെ ഈ പ്രാർത്ഥന എനിക്ക് ദോഷമായി തോന്നിയാലും ഒഴിഞ്ഞുപോയി. ദൈവത്തിന്റെ എന്റെ സ്തുതി നിമിത്തം, എന്റെ നിമിത്തം ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, എന്റെ നിമിത്തം എന്റെ കോപത്തെ ഞാൻ താമസിപ്പിക്കും, നിന്നെ സംഹരിക്കേണ്ടതിന് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശങ്ങളിലും ഒക്കെ താല്പര്യവും ഇടിവ് നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയരെ വലിയ സന്ദർശനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയത്. എന്ന വണ്ണം ദേശത്തിന്റെ പക്ഷപാതക്കായി ദേശത്തിലെ വിടുതലിനായി മധ്യസ്ഥ ചെയ്യുമ്പോൾ നിങ്ങളെ ഓർക്കാതിരിക്കത്തില്ല, നിങ്ങളുടെ മകളെ ഓർക്കാതിരിക്കത്തില്ല, കുടുംബങ്ങളെ ഓർക്കാതിരിക്കത്തില്ല.
ഭക്തൻ പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു. ദൈവം എന്താ പറയാണ്? ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെ അല്ല താനും, വെള്ളിയെ പോലെ അല്ല. അപ്പൊ തന്നെ ഊതി കഴിക്കും. വെള്ളിയെ പോലെ അല്ലെന്നേ ഉള്ളൂ. വെള്ളി തീക്കകത്ത് കൊവയെന്നൊരു പാത്രത്തിനകത്ത്, കൊവയെന്ന പാത്രത്തിനകത്ത് വെച്ച് തീയിലേക്ക് വെക്കും. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും ശോധന നമുക്ക് ഉണ്ടെന്ന്, ഊതി കഴിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടെന്ന്. കഷ്ടതയുടെ, ഞാൻ തന്നെ കഷ്ടതയുടെ ചൂളയിൽ കൂടിയാകുന്നു ശോധന കഴിച്ചത്. അപ്പൊ കഷ്ടതയാകുന്ന ശോധന, വ്യത്യസ്തമാകുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോ അത്ഭുതകരമായി പുറത്തു വന്നതിനായി സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ സ്തുതി കുറഞ്ഞില്ല, സ്തോത്രം വർദ്ധിച്ചു. ആരാധന കുറഞ്ഞില്ല, അഭിഷേകം വർദ്ധിച്ചു. എവിടെ കഷ്ടത ഉണ്ടായിട്ടുണ്ടോ അവിടെ കൃപാവരത്തിന്റെ മഹത്വവും അവിടെ ശുശ്രൂഷയുടെ ശോഭയും അതിന്റെ മഹത്വവും വെളിപ്പെടുന്നുണ്ട്. പ്രിയരെ, ഹല്ലേലൂയ. വന്നതെല്ലാം നന്മയ്ക്കായിരിക്കുക, സ്തോത്രം പറയുക. ആമേൻ. സംഗീതക്കാരൻ 66 സങ്കീർത്തനം 9 വാക്യം, 66 സങ്കീർത്തനം 9 വാക്യം, 66 സങ്കീർത്തനം 9 വാക്യം. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. എന്ന് രാവിലെ അവൻ നമ്മെ കാത്തതിനായി നന്ദി പറയണം. അവൻ ജീവനോടെ കാത്തതിനായി സ്വന്തം ചെയ്യണം. കാലടികളെ വഴി പോകാതെ വിടണം. അവൻ നമ്മെ ഉള്ളങ്കൈ വഹിച്ചതിനായി സ്തോത്രം പറയുക. അടുത്ത വായിക്കുമ്പോൾ വെള്ളി ഊതി കഴിക്കുന്ന ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഭാഷയാണ്. മനുഷ്യൻ ചെയ്യുന്നത് പോലെയല്ല ദൈവം ചെയ്യുന്നത്. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ദൈവം ചെയ്യുന്നത് ഊതി കഴിക്കുന്നത് എങ്ങനെയാ? തട്ടാൻ ചെയ്യുന്ന പോലെയാണോ? അല്ല. എന്താണ് അടുത്ത വായിച്ചാട്ട്? നീ ഞങ്ങളെ വലയിൽ ഊതിക്കഴിച്ചൊരു മാർഗമാണ്. വലയിൽ അകപ്പെട്ടു, ചെയ്യാത്തത് തന്നെ അകപ്പെട്ടു, മനസ്സറിയാത്ത കാര്യത്തിൽ അകപ്പെട്ടു. നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മള് മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചതല്ല. പക്ഷേ ദൈവം അനുവദിച്ചു കൊടുത്തു. നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല, എന്താണ് ആ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചത്, ആ പാസ്റ്റർക്ക് അങ്ങനെ സംഭവിച്ചത്, ആ വ്യക്തിക്ക് എന്താ അങ്ങനെ സംഭവിച്ചത്. നമ്മൾ പരസ്പരം പറയാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയിരുന്നു. അകപ്പെട്ടുപോയി, മകനെ അകപ്പെടുത്തി. യോസഫ് ഒഴിഞ്ഞോടിയല്ലേ? പൊത്തിഫേറിന്റെ വീട്ടിൽ വെച്ച് ഒഴിഞ്ഞോടിയതാ. പക്ഷേ ദൈവം മാനുഷ്യ പരിഗണന വെച്ച് നോക്കിയാൽ അവർ വലിയ സാക്ഷ്യം പറയേണ്ടതായിരുന്നു. പക്ഷെ എന്താ, ജയിലിൽ പോകേണ്ടി വന്നു. ലോക അപവാദം വരുത്തിയില്ലേ? എന്തൊരു വേദനയാണ്. പാവം ചെയ്തത് യോസഫിനറിയാം, പൊത്തിഫേറിന്റെ ഭാര്യയ്ക്കറിയാം, സാത്താൻ അറിയാം, ദൈവസാക്ഷി. പക്ഷേ ലോക അപവാദം വരുത്തില്ലേ? അപ്പൊ ദൈവം അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളല്ല നമ്മെ പണിഞ്ഞെടുക്കുവാൻ വായ്ത്തത്വങ്ങളൊക്കെ വെളിപ്പെടണമെങ്കിൽ ചില മേഖലയുടെ കടത്തിവിട്ടത് കാര്യമാണ് പറഞ്ഞത്. നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്നു പോലെ ഊതി കഴിക്കുന്നു. ഭക്തനെ ആ ശരിക്കും ഊതിയില്ലേ? എന്തൊരു ഊത്തലായത്? വായ്ത്തത്വം വലുതാണോ? വായ്ത്തത്വം വലുതാണോ? ഉറപ്പായി ചില മേഖല ഉണ്ടെന്നാ ദൈവാത്മ ഓർപ്പിക്കുന്നു. വായ്ത്തത്വം ഉണ്ടോ? വിളി വലുതാണോ? വിളിയുടെ ശ്രേഷ്ഠത, ആ വിളിയുടെ നിലവാരം അനുസരിച്ചാണ് ഊതിക്കഴിക്കുന്നത്. ഈ കാര്യത്തിന് ദൈവം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാത്ത, സ്വന്തം വീട്ടിൽ നിന്ന് ആവെ ഇറങ്ങി വന്ന, സഹോദരന്മാരെ തേടി വന്നവൻ, സഹോദര പ്രിയൻ, പാവം ചെയ്യാത്തവൻ, വിശ്വസ്തൻ, ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്താ സംഭവിച്ചത്? ആര് പാവം ചെയ്തിട്ടാണ്? അപ്പോൾ വിളിയുടെ മഹത്വം വെളിപ്പെടുത്താൻ 1-2 ദിവസമാണോ? ദീർഘവർഷങ്ങൾ പോയില്ലേ? അങ്ങനെ ഭാവി പോയെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? അവന്റെ ഭാവി പോയി, അവന്റെ ഭാവി പോയി. പക്ഷെ നിന്റെ ഭാവി നോക്കും ദൈവമാണ്.
നിന്റെ തലമുറയുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവാത്മ ഇടപെടുകയാണ്. ലോകം എന്ത് വിധിച്ചാലും, സമൂഹം എന്ത് വിധിച്ചാലും, ആരെന്ത് മുദ്ര കുത്തിയാലും ദൈവത്തിന്റെ പോൻകരം ചലിക്കും. ആ വലിയ പ്രവർത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒന്നും അറിയാതെ ചെയ്യത്തില്ല പ്രിയനെ. നമ്മൾ ആരെയും വിധിച്ച് തള്ളേണ്ട ആവശ്യമില്ല, ആരെയും പഠിച്ചു തള്ളേണ്ട ആവശ്യമില്ല. ദൈവയുടെ മഹത്വം വെളിപ്പെടുത്തി, മലയിലകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം. അയ്യോ, എന്താണ് ആ കുടുംബത്തിന് അങ്ങനെ വന്നത്? കഷ്ടമായി പോയല്ലോ നമ്മൾ പറയും. എന്തൊരു ഭാരമാണത്, എന്തൊരു മുഖമാണത്, എന്തോ ഒരു ഭാരം. കർത്താവിന് പ്രിയരെ, ആ മുഖം തൽക്കാലത്തേക്കാണ്. 18 വർഷക്കാലം കൂലിയായ സ്ത്രീ അവൾ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. അവൾ ഒന്നും ദിവസമല്ല പങ്കുകൊണ്ടേയിരുന്നു. അവൾ വന്നുകൊണ്ടിരിക്കുന്നവർ കൂലി കൂടിക്കൊണ്ടിരുന്നു. അവന് സ്വോത്രപ്രാർത്ഥന നടത്തുന്നതോട് അവിടെ കൂലി കുറഞ്ഞില്ല, കൂടി. പക്ഷേ അവളെ വിടുവിച്ച കർത്താവിനായി സ്തോത്രം പറയണം. ഊതി കഴിക്കുകയാണ്. മുഖം എന്തും ഇരിക്കത്തില്ല, മുഖമെല്ലാം പൊട്ടിപ്പോകും. കല്ലിലകപ്പെടുന്നു, മുഖത്ത് വലിയ ഭാരം വെച്ചിരിക്കുന്നു. തീയും വെള്ളത്തിനുള്ളിൽ കിടക്കേണ്ടി വന്നു. തീയുടെ അനുഭവമുണ്ടായി, വെള്ളത്തിനുള്ളിൽ കടന്നു പോകേണ്ടി വന്നു. അതെല്ലാം ശോധനകളായിരുന്നു, നാനാ പരിശോധനയായിരുന്നു. പക്ഷേ എങ്കിലും നീ ഞങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടിരിക്കുന്ന 16 ഡിവൈസ് നിങ്ങൾ ഓരോ തിരിഞ്ഞു നോക്കിയാൽ അറിയാം എത്ര അത്ഭുതകരമായി, എത്ര അത്ഭുതകരമായി നീ കൊണ്ടുവന്നു. അതുകൊണ്ട് വർഷം ഞാൻ പേടിക്കേണ്ട. ഈ ഊതി കഴിച്ച നിർബന്ധി, ഈ ഊതി കഴിച്ച വിഷയത്തിൽ ഒരു സമർത്ഥമായ ജീവൻ, സമർത്ഥമായ സമാധാനം, സമർത്ഥമായ വിടുതൽ എല്ലാവരെയും വെളിപ്പെടുത്തും. അപൂർവമായ കാര്യങ്ങൾ ആ സംഭവിച്ചെങ്കിലും കർത്താവ് വിശ്വസ്തനായിരിക്കാൻ കരമുയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മലാക്കി പുസ്തകം 3-ന്റെ വാക്യം വായിക്കുമ്പോൾ, മലാക്കി പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, അവൻ ഊതി കഴിക്കുന്നത് പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നത് പോലെയും ഇരുന്നുകൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഇത് യഹൂദനെ സംബന്ധിച്ചുള്ള ഭൂമുടിയാണ്. സഹോദരത്തിൽ അവരെ കടത്തിവിടുന്ന പശ്ചാത്തലങ്ങളിന്റെ പിന്നിലുണ്ടെങ്കിൽ പോലും എല്ലാ ഭാഷയ്ക്കും നാനാമുഖ വാദങ്ങളുണ്ട്, വിവിധ മുഖങ്ങളുണ്ട്. ദൂരെ കഴിഞ്ഞ കാല സംഭവങ്ങൾ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വാക്യങ്ങളുണ്ട്. ഈ വർത്തമാനകാലത്ത് നമ്മോട് ബന്ധപ്പെടുത്തി അവർ ഊതിക്കഴിക്കുന്നതിനെ പോലെ, വെള്ളി ഊതിക്കഴിക്കുന്നതിനെ പോലെ നമ്മുടെ അടുത്തിരിക്കും. അവർ ശുദ്ധി വരുത്തും. എന്തിനാണ്? അവർ നീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ. അല്ലയോ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സെടുത്തതിനെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുടെ ആരാധനകൾ ശരീരങ്ങളെ ജീവനും ശുദ്ധി ദൈവത്തിന്റെ പ്രസാദങ്ങളെ യാഗങ്ങളായി സമർപ്പിക്കുവാൻ ഊതി കഴിക്കുന്ന കർത്താവിനെ ഏൽപ്പിക്കാം. സദൃശവാക്യം വായിക്കുമ്പോൾ വെള്ളിയിൽ നിന്ന് കിടന്നി കളഞ്ഞാൽ തട്ടാൻ ഉരുപ്പടി ലഭിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ ഉരുപ്പടികളായി തീരുവാൻ സമർപ്പിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതകരമായ ദൈവമേ, നദിയോടെ സ്തോത്രം, നദിയോടെ സ്തോത്രം. മഹാദൈവമേ, വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജുഡാലമ, രംദന, റംസേരിയാലമ, അത്തച്ചാന, വന്തക്കാന, വടകഫാന. കർത്താവേ, തിരുനാമത്തിന് മഹത്വം. ഒരുമിച്ച് അത്ഭുതകരം മധ്യസ്ഥിക്കാൻ പ്രാർത്ഥിപ്പാൻ പോകുന്നല്ലോ. ഞങ്ങളെ കുടുംബങ്ങളെ, തലമുറകളെ, മാതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അതുകൂടി എല്ലാവർക്കുമായി സ്തോത്രം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. കർത്താവെ, സിസ്റ്ററെ, ചാരി ആന്റി, അങ്കോളി ജക്കമ്പാന്റി, സ്വപ്നം, വിശുദ്ധോയി കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കർത്താവെ, മാത്യൂസ്കായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. മോളി തോമസ് ആന്റിക്കായി സ്തോത്രം. ലാലിയോസ് ആന്റിക്കായി സ്തോത്രം. ായി സ്തോത്രം. സ്പർശകായി സ്തോത്രം. ഈശോയുടെ പാർശ്വകായി സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം. ഗുരുവിൻ പാർശ്വകായി സ്തോത്രം. പി ബാബുജനായി സ്തോത്രം. ലീലാവ് തോമസ് ആന്റിക്കായി സ്തോത്രം. ആന്റിക്കായി സ്തോത്രം. കത്രീബിനായി സാറിനായി സ്തോത്രം. റോസമായ മാത്യാന്റിക്കായി സ്തോത്രം. വിലവേണ്ടിക്കായി സ്തോത്രം. കർത്താവിനെ എല്ലാ സഹായിക്ക് മാനിക്ക് ചെയ്യുന്ന നിങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ഛത്തീസ്ഗഡ് ഡിവിഷനെ സമർപ്പിക്കുന്നു. നോർത്ത് ഇന്ത്യ വലിയ പ്രവർത്തി രാവിലെ രാത്രി കാലങ്ങളിൽ പാടിയൊക്കായി സ്തോത്രം. അതുപോലെ താമസരാമിനോട് നിയാകരിപ്പാൻ കൃതരണമേ.
അങ്ങനെ ജനത്തെ പിതാപുത്രമായി തലമുറയായി സമർപ്പിക്കും. എല്ലാം മഹത്വം കർത്താവ് ക്രിസ്തു യേശു നാമത്തിൽ തന്നെ. ആമേൻ.